അപ്പോൾ ഇന്ന് ഞാൻ ദാർസലാമിൽ നിന്ന് തിരിച്ച് കയാങ്കയിലോട്ട് പോവുക. രാവിലെ തന്നെ ഇറങ്ങി 6 മണിക്കാണ് ഫ്ലൈറ്റ്. ഇപ്പോൾ സമയം ഏതാണ്ട് 3 മണിയോളമായി. ഇപ്പോൾ ഡ്രൈവർ രാവിലെ തന്നെ വന്നു വിളിക്കാൻ. രാവിലെ ഇറങ്ങിയത് കാര്യം നേരത്തെ എത്തണമല്ലോ അവിടെ. റോഡിലൊന്നും വലിയ തിരക്കൊന്നുമില്ല ഈ സമയം ആയതുകൊണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ വണ്ടികളല്ല ഇവിടെ റൈറ്റ് സൈഡ് ഡ്രൈവാണ്. ഡേ ടൈമിലൊക്കെ ഈ റോഡിലൊക്കെ ഭയങ്കരമായിട്ടുള്ള തിരക്കും ഭയങ്കര പൊടിയും. പകലൊന്നും വലുതായിട്ട് അങ്ങനെ അങ്ങോട്ടും പോകാൻ നമുക്ക് തോന്നത്തില്ല. അത് കാരണം പിന്നെ എയർപോർട്ടിലോട്ട് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. നമുക്ക് നേരെ ഇവിടുന്ന് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാർസലാം ടു മോൺസ ടു ബുക്കോബയിൽ നിന്ന് പിന്നെ കാറിലാണ് പോകുന്നത് കയാങ്ക. ഏകദേശം 1500 കിലോമീറ്റർ ഉണ്ട് മൊത്തത്തിൽ. നല്ല ദൂരമുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം എയർപോർട്ടിനടുത്ത് എത്താറാവുന്നു. ഇത് എയർപോർട്ടിലോട്ടുള്ള എൻട്രിയാണ്. അകത്തോട്ട് കയറുക. ഞങ്ങൾ അറൈവലിനടുത്ത് എത്തി. ഇവിടുന്ന് ലെഫ്റ്റ് പോകുമ്പോഴാണ് ടെർമിനൽ 3. അങ്ങോട്ട് പോകാം നമുക്കാദ്യം. അവിടെ നിന്ന് അകത്തോട്ടാണ് കയറേണ്ടത്. സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം അവിടെ. ഇവിടുന്ന് അകത്തോട്ട് കയറണം ടെർമിനൽ 3. പക്ഷെ നമുക്ക് പോകേണ്ടത് ടെർമിനൽ 2-ലായിരുന്നു. ഞാൻ അവിടെ ചെന്ന് ഡിസ്പ്ലേ നോക്കിയപ്പോഴാണ് നമുക്ക് പോകേണ്ട ഫ്ലൈറ്റ് വന്നത് ടെർമിനൽ 2 ആണ് വേണ്ടത്. പിന്നെ ഞാനവിടെ ആദ്യം ചെന്ന് സ്കാനിങ് എല്ലാം കഴിഞ്ഞ് അകത്ത് കയറിയപ്പോഴാണ് ഡിസ്പ്ലേ കാണുന്നത്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ടെർമിനൽ 2-ലോട്ട് നടക്കുക. രാവിലെ ആകുമ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ട്. കുറച്ച് ദൂരമുണ്ട് ടെർമിനൽ 2-ലോട്ട്, നടക്കണം കുറച്ച്. ഇവിടെ നിന്ന് കാണാം, ദൂരെ കാണുന്നുണ്ട് ആ നീല ലൈറ്റ് ടെർമിനൽ 2 എന്ന് എഴുതിയപ്പോൾ ഉണ്ട് അവിടെ. എന്തായാലും നമുക്ക് അങ്ങോട്ട് നടക്കാം. നേരത്തെ വന്നത് കാര്യമായി. ഇവിടെ നമ്മുടെ വോഡോഫോൺ വന്നിട്ട് വോഡോകോമാണ് കണ്ട. അതുകൊണ്ട് അതാ ടെർമിനൽ 2. നമ്മൾ ഏകദേശം എത്താറായി. നടക്കാം എന്തായാലും നമുക്ക് അങ്ങോട്ട്. ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് നടക്കണം, ഒരു 50 മീറ്റർ. ചെറിയ എയർപോർട്ടാണെങ്കിലും കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. എല്ലായിടും ഇതുപോലെ ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിലൊക്കെ. ഇതുകൊണ്ട് ആ കാണുന്നത് ടെർമിനൽ 2. നമ്മൾ ഏകദേശം എത്താറായി. ഇതാ നമുക്ക് കയറേണ്ട ഗേറ്റ്. അത്യാവശ്യം ക്യൂവും കാര്യങ്ങളൊക്കെ ആയി. രാവിലെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി മേളിൽ വന്ന് കഴിഞ്ഞപ്പോൾ മേളിലും സ്കാനിങ്. താഴെ സ്കാൻ ചെയ്ത് നമ്മൾ ലഗേജ് എല്ലാം കയറ്റിയിട്ട് മേളിൽ വരുമ്പോൾ മേളിലോട്ട് കയറുന്നിടത്ത് ഇവിടെയും സ്കാനിങ്ങാണ്. നമ്മൾ ഏകദേശം ഗേറ്റിൻ്റെ അടുത്ത് എത്തി. ഇപ്പോൾ ഇവിടുത്തെ സ്കാനിങ് എല്ലാം കഴിഞ്ഞു. നമുക്ക് പോകേണ്ട ഗേറ്റ് 3-ആണ്. ഇതുകൊണ്ട് ഇപ്പം നമ്മുടെ ഗേറ്റ് ഓപ്പണായി. നമ്മൾ അകത്തോട്ട് കയറുക. ഇവിടെ പിന്നെ ഒരുപാട് ചൈനീസ് ഉണ്ട്. അവരൊരുപാട് പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ എല്ലാം. താൻസാനിയയിൽ നമ്മൾ ഫ്ലൈറ്റിലോട്ട് നടക്കുക. ഒരുപാട് ചൈനീസുണ്ട്. ഇന്ത്യൻസും എനിക്ക് തോന്നുന്നു ചൈനീസാണെന്ന് തോന്നുന്നു ഇവിടെ കൂടുതൽ. ഇവരൊരുപാട് പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറുക. നമ്മുടെ സീറ്റ് വന്നിട്ട് 32F. 32F വന്നിട്ട് ഏറ്റവും പുറയുന്ന രണ്ടാമതാണ്. വിൻഡോ സീറ്റ്. ഇതുകൊണ്ട് ഈ കാണുന്നതാണ് എൻ്റെ സീറ്റ്. നമ്മുടെ ലഗേജ് എല്ലാം കയറ്റി വിടുന്നത് ഇതുവഴി കേട്ടോ. ലഗേജ് എല്ലാം കയറ്റി കഴിഞ്ഞവർ. ലഗേജ് കയറ്റിയിട്ട് ആൾ വെളിയിലോട്ട് ഇറങ്ങുക. ഞാനിരിക്കുന്നതിൻ്റെ അടിയില്ല ലഗേജെല്ലാം. കയറ്റിയ ആളുകളെല്ലാം അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ദാർസലാം വിട്ട് പോവാം. അപ്പം നമ്മൾ പറന്ന് പൊങ്ങി. ആകാശ വ്യൂ കണ്ടോ. രാത്രി സമയത്ത് പോകുമ്പോഴാണ് നല്ല രസം. താഴെയെല്ലാം എല്ലാം ലൈറ്റും കാണാനൊരു നല്ല ഭംഗിയാണ്. അപ്പം അങ്ങനെ നമ്മൾ പോവാണ്. അപ്പം നമ്മൾ പോവാ. ബൈ ടു ദാർസലാം.
നമ്മൾ നേരെ മോൺസയ്ക്ക് പോവുക. നമ്മൾ മോൺസയിലോട്ട് പോകുന്നത് വെച്ചാൽ വിക്ടോറിയ ലേക്ക് ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. ലേക്കിൻ്റെ അടുത്ത് തന്നെ എയർപോർട്ട്. അപ്പം നമ്മൾ വന്നിട്ട് ലേക്ക് വിക്ടോറിയ ക്രോസ് ചെയ്ത് തീരാറായി. നമ്മൾ എയർപോർട്ടിൽ ലാൻഡ് ആവാറായിട്ടുണ്ട്. ആ കാണുന്നതൊക്കെയാണ് എയർപോർട്ടിൻ്റെ പ്രാന്തപ്രദേശങ്ങളാണ് കാണുന്നത്. നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാം. അതുകൊണ്ട് നമ്മളങ്ങനെ മോൺസ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ആയിക്കൊണ്ടിരിക്കുക. ഇത് അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ വരും. ഈ ലേക്ക് വിക്ടോറിയ കാണാനും ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ടൂറിസ്റ്റ് പ്ലേസായിട്ട്. അങ്ങനെ നമ്മളിവിടെ ലാൻഡായി. നമ്മുടെ ലഗേജുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് അവരിറക്കി തുടങ്ങി. നമുക്ക് നോക്കി ഒരിടത്ത് എറിയുന്നുണ്ടോ എന്ന് നോക്കാം. കുഴപ്പമില്ല, ഒരു അത്യാവശ്യം മാന്യമായിട്ടുള്ള രീതിയിലാണ് ഇറക്കുന്നത്. ചിലയിടത്തൊക്കെയാണെങ്കിൽ നമ്മുടെ പെട്ടിയൊക്കെ അവർ എടുത്ത് വലിച്ചെറിഞ്ഞ് നമ്മുടെ കൈ കിട്ടുമ്പോൾ അതിൻ്റെ എന്താ പറയുക, വീലും കാര്യങ്ങളെല്ലാം പൊട്ടിക്കാണും. എൻ്റെ എത്ര പെട്ടി അങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടെന്നറിയാം. മാന്യമായിട്ട് ഇറങ്ങുന്നവർ. നമ്മളേറ്റവും പുറയിലായതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ വെച്ചിട്ട് പാടാൻ തോന്നും. നമ്മൾ ഇറങ്ങി വല്ല ഇതേനെ ഇവിടെ നിന്ന് ബസ്സിനകത്ത് എയർപോർട്ടിലോട്ട് പോകണം. ചെറിയ എയർപോർട്ടല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ അകത്തോട്ട് ഇറങ്ങാനുള്ള ഒരു ഫെസിലിറ്റി ഇല്ല. താഴെ ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ബസ്സിൽ കൊണ്ടുവന്നാക്കും. അവിടെ നമ്മളവർ വന്നിട്ട് എയർപോർട്ടിൻ്റെ എൻട്രൻസിൽ ഡ്രോപ്പ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ലഗേജ് എടുക്കണം, വെളിയിൽ പോകണം. ലഗേജ് എടുത്തു. ലഗേജായിട്ടൊന്നുമില്ല, ഒരു 5 കിലോയുടെ ഒരു ചെറിയൊരു സാധനം മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. നമ്മുടെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ, അതൊക്കെ നമ്മുടെ അവിടെ ഒന്നും മേടിക്കാൻ കിട്ടത്തില്ല. എല്ലാം നമ്മൾ ഡാർസലാമിൽ നിന്ന് കൊറിയർ ചെയ്യിപ്പിക്കുക ഓഫീസിൽ നിന്ന്. ഇപ്പം ഞാൻ എയർപോർട്ടിന് വെളിയിലെത്തി. ഇപ്പം സമയം വന്നിട്ട് 8 മണിയായി. ഇനി അടുത്ത ഫ്ലൈറ്റ് വന്നിട്ട് 11:30. അപ്പം നമ്മൾ അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നല്ല രീതിയിൽ ഇവിടെ പോസ്റ്റ് ആവും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും. മോൺസിൽ നിന്ന് അങ്ങനെ സ്കാനിങ് എല്ലാം കഴിഞ്ഞ് ഞാൻ അകത്ത് കയറി ഇവിടെ വെയിറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ ടൈമായി. നമ്മൾ ഫ്ലൈറ്റിൽ കയറാനായിട്ട് പോവാം. ചെറിയ എയർപോർട്ട് ആയതുകൊണ്ട് ഇവിടുന്ന് ജസ്റ്റ് ബസ്സിൽ അങ്ങോട്ട് അവർ ഡ്രോപ്പ് ചെയ്യും. ഇവിടുന്ന് അങ്ങോട്ട് ഒരു ചെറിയ ഫ്ലൈറ്റാണ്, ഒരുപാട് ആളൊന്നും ഇല്ലല്ലോ അങ്ങോട്ട്. ഇതല്ലേ കുഞ്ഞു ഫ്ലൈറ്റാണ്. പക്ഷെ ഇതിനകത്ത് കയറാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. കാര്യം മറ്റേ ഇതിൻ്റെ പ്രൊപ്പലറൊക്കെ വന്നിട്ട് വെളിയിലാണ്. ഇത് ഭയങ്കര എന്താ പറയുക, ഇത്തിരി ഡേഞ്ചറാണ് സംഭവം. എന്തായാലും നമുക്ക് പോയല്ലേ പറ്റത്തുള്ളൂ. എന്തായാലും പോവാം. ആളുകൾ ഓരോരുത്തരുടെ അകത്ത് കയറിക്കൊണ്ടിരിക്കുക. പ്രൊപ്പലർ കണ്ടോ, എൻ്റെ കറങ്ങുന്നുണ്ടോ. ഇത് ലാൻഡിങ് ഒക്കെ ആകുമ്പോൾ ഭയങ്കര പേടിയാവും നമുക്ക്. അങ്ങനെ നമ്മൾ ബുക്കോബയിൽ ലാൻഡായി. നമ്മൾ എയർപോർട്ടിനകത്തോട്ട് നടക്കുക. ഇവിടെ എന്തോ സ്കൂൾ കുട്ടികളുടെ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇത് വന്നിട്ട് മറ്റേ നമ്മുടെ CID മൂസയ്ക്കകത്ത് സലീം കുമാർ കൊണ്ടുവരുന്ന ഫ്ലൈറ്റ് പോലുള്ള ഫ്ലൈറ്റാണ്. നമ്മുടെ ലഗേജൊക്കെ ഇതാണ്ട് പോകുന്നു. ഇനി ഇവിടെ നിന്ന് നേരെ ലഗേജ് കളക്ട് ചെയ്ത് വെളിയിലോട്ട് പുറത്തോട്ട് ഇറങ്ങാം നമ്മൾ. ഞാൻ നമ്മുടെ പുറത്തെത്തി. ഞാൻ ഡ്രൈവറെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുക. അവൻ എന്നെ ചെറിയ രീതിയിലൊന്ന് പോസ്റ്റാക്കി. അവരെന്തോ സാധനമൊക്കെ മേടിക്കാൻ എന്തോ ഷോപ്പിലെങ്ങാണ്ട് കയറി. ഇവിടെ ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇപ്പോൾ വരുമായിരിക്കും. അങ്ങനെ എൻ്റെ ഡ്രൈവർ വന്നു. ഞങ്ങളിനി കയാങ്കയ്ക്ക് പോവാം. നേരെ ഇനി കയാങ്ക. ഇത് എന്നെ പോസ്റ്റാക്കിയ എൻ്റെ ഡ്രൈവർ മൂസ. അപ്പോൾ നമ്മൾ
എയർപോർട്ടിന് വെളിയിൽ വന്നു. ഇനി നേരെ കയാങ്ക. ഇനി ഞാൻ ഇത്രയും നേരം കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കാണാം. ഓക്കെ, ബൈ.